അതുപോലെ തന്നെ കഷായങ്ങൾ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഫോമിൽ അവൈലബിൾ ആണ്, ദ്രവ ഫോമിൽ. അത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് നമുക്ക് കുപ്പി കഷായമായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ കഷായത്തിൻ്റെ ഡോസേജാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. 15 ml കഷായം, അതായത് 3 അടപ്പ് കഷായം 45 ml തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് ആഹാരത്തിന് മുമ്പ് 2 നേരമായിട്ട് കഴിക്കുന്ന, അല്ലെങ്കിൽ 3 നേരമായിട്ട് കഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് വളരെ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് പൊടികളാണ് എങ്കിൽ നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിക്കേണ്ടി വരും കഷായം. അതായത് കഷായപ്പൊടികൾ 2 രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. കുറച്ചും കൂടെ തരിതരിയായിട്ടുള്ള കഷായപ്പൊടികൾ കിട്ടാറുണ്ട്. അതായത് കഷായ സൂക്ഷ്മചൂർണ്ണം, ഇപ്പോൾ അമൃതോത്തരം കഷായത്തിൻ്റെയൊക്കെ ആണെങ്കിൽ സൂക്ഷ്മചൂർണ്ണം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് കഷായങ്ങളുടെ സൂക്ഷ്മചൂർണ്ണം അല്ലാത്ത കഷായങ്ങളും നമുക്ക് കഷായപ്പൊടികളും കിട്ടാറുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഗുളിച്യാദി കഷായത്തിൻ്റെ നമുക്ക് തരിതരിയായിട്ട് കിട്ടാറുമുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ അതിനെ കുറച്ചും കൂടെ കോഴ്സായിട്ടുള്ള പൊടികളും ഹാർഡായിട്ടുള്ള പൊടികളും കിട്ടാറുണ്ട്. നമുക്ക് കഷായ സൂക്ഷ്മചൂർണ്ണമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അതായത് 5 മുതൽ 10 ഗ്രാം വരെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, ഒരു 100 ml തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അന്നേരം തന്നെ പ്രിപ്പയർ ചെയ്ത്